Good afternoon. Welcome to Royal Healthcare. May 6th വേൾഡ് ആസ്മ ഡേയോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുവാനായി റോയൽ ഹെൽത്ത് പ്രശസ്ത ഫിസിഷ്യൻ കം ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ടുമാൻ കൃഷ്ണൻ നമ്മോട് ചേരുന്നു. സർ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. സർ, ഈ ആസ്മ എന്താണ്? അതായത് ബ്രോങ്കിയൽ ആസ്മ അല്ലെങ്കിൽ ആസ്മ ഒരു ശ്വാസകോശ രോഗമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ശ്വാസനാളികൾ ഇടുങ്ങിയതും അതിൽ കഫം വന്ന് കെട്ടി നിൽക്കുന്നതിനാലും ശ്വാസോച്ഛ്വാസം കൃത്യമായി നടക്കാത്തതിനാലും രോഗികൾക്ക് ശ്വാസമുട്ടലും മറ്റ് ചെസ്റ്റിൽ പ്രഷറും അനുഭവപ്പെടുന്നു. അതുകൂടെ തന്നെ അവർക്കൊരു വീസിങ് സൗണ്ട്, അതല്ലെങ്കിൽ ഒരു കുറുകുറുപ്പ് അനുഭവപ്പെടും. അതിനെയാണ് ആസ്മ എന്ന് പറയുന്നത്. സർ, എന്താണ് ഈ ആസ്മ അറ്റാക്ക് അല്ലെങ്കിൽ ആസ്മയുള്ള രോഗികൾ ശ്വാസകോശത്തിൽ കണ്ടുവരുന്നത്? സാധാരണ ഈ ബ്രോങ്കിയൽ ആസ്മയുള്ള രോഗികൾക്ക് ഈ ശ്വാസനാളികൾക്ക് ചുറ്റും ചെറിയ പേശികളുണ്ട്. അത് ചുരുങ്ങുകയും തന്മൂലം ശ്വാസനാളികൾ ചുരുക്കം വരികയും അതുവഴി ശ്വാസവായു നല്ല രീതിയിൽ പോകാതെ വരികയും പിന്നെ അതോടൊപ്പം തന്നെ കഫം വന്ന് അടയുന്നതിനാൽ കൃത്യമായി അവർക്ക് ശ്വസിക്കാൻ പറ്റാതെ വരുന്നതാണ് ഈ പ്രക്രിയ. അതിൽ ഒരു 2-3 കാര്യങ്ങളൂടെ സംഭവിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഒന്ന് ബ്രോങ്കോസ്പാസം, അതായത് ആ ശ്വാസക്കുഴലുകൾ ചുരുങ്ങുക. പിന്നെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ശ്വാസനാളിയിൽ വീക്കം വരിക, അതായത് ഇൻഫ്ലമേഷൻ വരിക. നീർക്കെട്ട് കാരണം ശ്വാസനാളികളുടെ വലിപ്പം കുറയും, അതിന്റെ വ്യാസം കുറയും. അതോടൊപ്പം തന്നെ മ്യൂക്കസ് പ്രൊഡക്ഷൻ, എക്സസീവ് മ്യൂക്കസ് പ്രൊഡക്ഷൻ, അതായത് അധികമായി കഫം ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പം ഈ ഇടുങ്ങിയ ശ്വാസനാളികളിൽ ഓൾറെഡി വീക്കവും ഇൻഫ്ലമേഷനും ഉണ്ടായാൽ ആ ശ്വാസനാളികളിൽ അതിൽ കഫം കൂടുതൽ സെക്രീറ്റ് ചെയ്യുന്നതിനാൽ, കഫം കൂടുതൽ പുറപ്പെടുവിക്കുന്നതിനാൽ കഫം കൂടെ അടയും. തന്മൂലം രോഗിക്ക് കൃത്യമായിട്ട് ശ്വാസം എടുത്തുവിടാൻ ബുദ്ധിമുട്ടുണ്ടാകും. സോ ഇതാണ് 3 പ്രക്രിയകൾ. എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഒരു ആസ്മ പേഷ്യൻസിനെ സാർ ഹാൻഡിൽ ചെയ്ത കാര്യങ്ങൾ എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യും. ആസ്മ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ആസ്മയുടെ അറ്റാക്കുകൾ വളരെ കുറവാണ്. നമുക്ക് എഫക്റ്റീവായിട്ടുള്ള മരുന്നുകളുണ്ട്, ഇൻഹേലേഴ്സിന്റെ രൂപത്തിൽ, ഗുളികകളുടെ രൂപത്തിൽ ഒക്കെ. അതിൽ ആസ്മകൾക്ക് പ്രത്യേകിച്ച് നമുക്ക് ഒരു റെസ്ക്യൂ ഇൻഹേലർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് സ്പ്രേ ആണ്. അതായത് പെട്ടെന്നൊരു ശ്വാസം മുട്ടലുണ്ടാകുമ്പോൾ പെട്ടെന്ന് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. കൂടെ തന്നെ ശ്വാസം മുട്ടൽ മാറും. ചിലപ്പോൾ 1 തവണ അല്ലെങ്കിൽ 2 തവണ പല തവണ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ എന്നൊരു മെയിൻ്റനൻസ് തെറാപ്പി ഉണ്ട്. അതായത് ലോങ് ആക്ടിങ് ആയിട്ടുള്ള ഇൻഹേലർ രാവിലെ വൈകിട്ട് 2 മണിക്കൂർ ഇതെടുക്കാൻ പറ്റുന്നത്. അതെടുത്തും പല രോഗികൾക്കും വിമിഷ്ടം തരും. അന്നേരമാണ് റെസ്ക്യൂ ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ അലർജി കുറയ്ക്കുന്ന മോണ്ടിലിക്കാസ്റ്റ്, സെട്രിസിൻ പറഞ്ഞ മരുന്നുകൾ ചില സമയം ഈ പറയുന്ന ഇൻഹേലറിലും ഈ ഗുളികകളിലും ഒക്കെ നിന്നില്ലെങ്കിൽ രോഗികളുടെ എമർജൻസി ER ഡിപ്പാർട്ട്മെന്റിൽ വരികയും അതായത് അത്യാഹിത വിഭാഗത്തിൽ വരികയും ഇഞ്ചക്ഷൻസ് കൊടുക്കുകയും നെബുലൈസേഷൻസ് അല്ലാതെ കൊടുക്കുകയും വേണ്ടി വരാറുണ്ട്. ചില നേരങ്ങളിൽ ഈവൻ രോഗികൾക്ക് ICU കെയറും വേണ്ടി വരാറുണ്ട്. പ്രധാനമായിട്ടും ഒരു ഇന്റർമീഡിയറ്റ് ആസ്മ, പിന്നെ പെർസിസ്റ്റന്റ് ആസ്മ, അങ്ങനെ 2 ആസ്മ വേരിയന്റുകളാണ് ഉള്ളത്. ഇന്റർമീഡിയറ്റ് ആസ്മ ആസ് ദ നെയിം ഇംപ്ലൈസ് ഇന്റർമീഡിയന്റ് ആയിട്ട് വരും, അതായത് വരും പോകും ഇടവിട്ട് വരും. മറ്റേ പെർസിസ്റ്റന്റ് ആസ്മ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഒരു ആസ്മ ശ്വാസം മുട്ടുള്ള രോഗികൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ മറ്റുള്ളവ എന്തെന്നാൽ എക്സർസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ. ചില രോഗികൾക്ക് എക്സർസൈസ് ചെയ്യുമ്പോൾ ആസ്മ അറ്റാക്ക് വരാം. കുട്ടികളിൽ കണ്ടുവരുന്ന ആസ്മ അഥവാ ചൈൽഡ്ഹുഡ് ആസ്മ. പിന്നെ ഓക്കുപേഷണൽ ആസ്മ, ജോലി സംബന്ധമായി ചില ആളുകൾക്ക് ആസ്മ വരാം. പ്രത്യേകിച്ച് പെയിന്റ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അതിന്റെ ഫ്യൂംസ് അടിക്കുന്നു, അല്ലെങ്കിൽ കാർപ്പൻറ്ററിങ് വർക്കുകൾ ചെയ്യുന്നവർ, ഈ തടിയൊക്കെ അവർ പോളിഷ് ചെയ്യുന്നതിൻ്റെ ഒക്കെ കൂട്ടത്തിൽ അതിൻ്റെ കൂടി തട്ടി ശ്വാസം മുട്ടും. അതായത് എന്തെങ്കിലും ഇറിറ്റേറ്റിംഗ് ഓബ്ജക്ട്സുകൾ ശ്വാസകോശത്തെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ബ്രോങ്കോസ്പാസും തുടർന്നുള്ള ഇൻഫ്ലമേഷനും കഫമൊക്കെ ഉണ്ടായി രോഗികൾക്ക് ഇഷ്ടം വരാം. ലൈഫ് ടൈം ആയിട്ട് അവർക്ക് മെഡിസിൻ എടുക്കണം, അതൊരു സൊല്യൂഷൻ
ശ്വാസകോശം ചുരുങ്ങുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അതിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ് ബ്രോങ്കിയൽ ആസ്മ. അത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് ഇൻഹേലേഴ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കാരണം ഈ ഗുളികകൾ ഇഞ്ചക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് രക്തത്തിൽ അരിയുകയും മറ്റ് അവയവങ്ങളിലെല്ലാം ചെന്നിട്ടാണ് കുറച്ച് ശ്വാസകോശത്തിലൂടെ ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും മരുന്നുകളുടെ. അപ്പോൾ എല്ലാ അവയവങ്ങളിലും പോയിട്ട് കുറച്ച് എത്തത്തുള്ളൂ. സിസ്റ്റമിക് അബ്സോർപ്ഷൻ കൂടുതലാണ്, ബ്ലഡിൽ അരിയുന്നത്. വേറെ ഇൻഹേലേഴ്സ് അതുകൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്. അതിനകത്ത് മരുന്നിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്. അത് ഡയറക്റ്റ് ചെറിയ പാർട്ടിക്കിൾസ് ആണ്, ഡയറക്റ്റ് ലങ്സിലോട്ടേ പോകുന്നു. അത് സിസ്റ്റമിക് അബ്സോർപ്ഷൻ, അത് ബ്ലഡിൽ അരിയുകയും മറ്റു അവയവങ്ങളിലും പോകുന്നതിൻ്റെ സാധ്യത വളരെ കുറവാണ്. സോ അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഈ രോഗികൾക്ക് ഇൻഹേലേഴ്സ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആ ഇൻഹേലേഴ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാം. മറ്റുള്ള പാർശ്വഫലങ്ങളുടെ ടാബ്ലറ്റുകളെ അപേക്ഷിച്ച് കുറവായിരിക്കും. പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഒന്ന് അലർജി തന്നെയാണ്. പലതരത്തിലുള്ള അലർജൻസ് കാണാം. അത് പൂമ്പൊടി ഉണ്ടാകാം, വളർത്തു മൃഗങ്ങളുടെ രോമങ്ങൾ, പിന്നെ ഈ പൂപ്പല്, അങ്ങനെ എന്തും അലർജി എന്ന് പറഞ്ഞാൽ സൂര്യന് കീഴിലുള്ള എന്തും അലർജനായിട്ട് വരാം പലർക്കും. പക്ഷെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അലർജൻസ് ഈ പെറ്റ്സിന്റെ ഒക്കെ രോമങ്ങളും ഈ മാറാലകളും പൊടികളും ബെഡ്ഷീറ്റിന്റെ പൊടികളും മറ്റുമൊക്കെയാണ്. അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്, ഞാൻ പറഞ്ഞ ചൈൽഡ്ഹുഡ് ആസ്മ. പിന്നെ ചില ജോലിപരമായിട്ട് അവർക്ക് നെൽകർഷകർ, ഈ ആസ്ബസ്റ്റോസ് ഷീറ്റുകൾ പണിയെടുക്കുന്നവർ, പിന്നെ പൂമ്പൊടി, അങ്ങനെയുള്ള അലർജൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ വരാം. പ്രായമുള്ളവരെല്ലാം കണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് പ്രധാനമായിട്ടും അവർക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ശ്വാസം എടുത്തു വിടാൻ ബുദ്ധിമുട്ട്, പിന്നെ ശ്വാസം എടുത്തുവിടുമ്പം വിസിലിന്ന് വരുന്ന ശബ്ദം പോലെ ഒരു പൂപ്പു ശബ്ദം, ഒരു കുറുകുറുപ്പ്. അവർ കൂടുതലും കുറുകുറുപ്പ് ഡോക്ടർ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അതായത് വീസിങ് എന്ന് പറയും. അതൊരു മ്യൂസിക്കൽ വോയിസ് ആണ്, ഒരു വീസിങ് സൗണ്ട് വരും. അത് കൂടുതലും ആസ്മ ഫ്ലെയർ അപ്പ് എന്ന് പറയും. അതായത് ആസ്മ എക്സാസർബേഷൻ. അതായത് ആസ്മയുള്ള ഒരാൾക്ക് ആസ്മ പൊട്ടി പുറപ്പെടുന്നു, അതൊരു ആസ്മ അറ്റാക്ക്. യൂഷ്വലി ആ ടൈമിലാണ് നമുക്ക് ഈ വീസിങ്ങും അതൊക്കെ ഇവൻ നമുക്ക് രോഗി അടുത്തൂടെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുവാൻ സാധിക്കുന്നതാണ്. പിന്നെ രോഗികൾക്ക് ഒരു ചെസ്റ്റ് ടൈറ്റ്നസ് ഉണ്ടാകും, ചെസ്റ്റ് പെയിൻ, ഒരു പ്രഷർ ഫീൽ ചെയ്യും അവർക്ക് ചെസ്റ്റിന്, എന്തോ ഒരു കണ്ടീഷൻ നിർത്തുന്ന മാതിരി മറ്റും വരാറും. ചില രോഗികൾക്ക് അതിൻ്റെ കാഠിന്യം അനുസരിച്ച് അവർക്ക് ഒരു സെന്റൻസ് പൂർണ്ണമായിട്ടും സംസാരിച്ച് തീർക്കാൻ കൂടെ പറ്റാറില്ല. സ്റ്റാറ്റസ് ആസ്മാറ്റിക്. പ്രധാനമായിട്ട് ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ, സ്കിൻ ടെസ്റ്റുകളുണ്ട്, അലർജി ടെസ്റ്റുകൾ, പിന്നെ റൂട്ടീൻ ചെസ്റ്റ് എക്സ്റേ ചെയ്യാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ റിലേ ചെയ്യുന്ന സ്പിറോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ലങ് കപ്പാസിറ്റി, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് തുടങ്ങിയവയാണ്. അതായത് ഇതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്വാസം, ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച മാതിരി ശ്വാസനാളികൾ, ട്യൂബുകൾ അത് ചുരുങ്ങുന്നത്, പിന്നെ അവിടെ നീർക്കെട്ടുണ്ടാകുന്നത്, അതായത് വീക്കം, ഇൻഫ്ലമേഷൻ, പിന്നെ മ്യൂക്കസ് പ്രൊഡക്ഷൻ, എക്സസീവ് മ്യൂക്കസ് പ്രൊഡക്ഷൻ. ഈ മൂന്ന് കാരണമാണല്ലോ. ഈ മൂന്ന് കാര്യത്തിനെ കൗണ്ടർ ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഇൻഫ്ലമേഷൻ, അതായത് നീർക്കെട്ട്, അത് കുറയ്ക്കാനുള്ള ആന്റി ഇൻഫ്ലമേറ്ററി. പിന്നെ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ മാതിരി ശ്വാസനാളികൾ ചുരുങ്ങുന്നു, അപ്പോൾ ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. പിന്നെ നമ്മൾ അലർജിയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റി അലർജൻസ്, ആന്റി ഹിസ്റ്റാമിൻസ് എന്ന് പറയും. പിന്നെ ഇൻഫെക്ഷനോ വല്ലോ കാരണമാണ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സും, പിന്നെ അണ്ടർലൈൻ കോസുകളെ ട്രീറ്റ് ചെയ്യാറുണ്ട്. അതായത് ഉദ്ദേശിക്കുന്ന ഒരു ആസ്മ ഫ്ലെയർ അപ്പ്, പെട്ടെന്ന് ഒരു ആസ്മ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ റെസ്ക്യൂ ഇൻഹേലർ പരീക്ഷിക്കാവുന്നതാണ്. അതായത് ഡോക്ടർ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാതെ ഷോർട്ട് ആക്ടിങ്, മിനിറ്റ് ആക്ടിങ് മീറ്റർ ഡോസ് ഇൻഹേലർ എന്ന് പറയും, സ്പ്രേ.
അത് അപ്പോഴേ ഒരു തവണ ഉപയോഗിച്ച് നോക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കുറയുന്നില്ല വീണ്ടും 2 പഫ് എടുക്കാം, വീണ്ടും എടുക്കുക, റിപ്പീറ്റഡ്ലി പഫ്സ് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വിമിഷ്ടം കുറയുന്നില്ലെങ്കിൽ ഉടനെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ അത്യാഹിത വിഭാഗത്തിൽ പോകേണ്ടതാണ്. അവിടെ ഡോക്ടറെ കാണേണ്ടതാണ്. ഡോക്ടർ നിങ്ങളെ അസസ് ചെയ്തിട്ട് നിങ്ങളെ പരിശോധിച്ചിട്ട് നിങ്ങളുടെ ആസ്മയുടെ തീവ്രത അനുസരിച്ച് അവർ ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻ തന്നെ സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് നിങ്ങളെ മാറ്റുകയും ചിലപ്പോൾ ഓക്സിജൻ വേണ്ടി വന്നേക്കാം. പിന്നെ മറ്റുള്ള ചികിത്സാ രീതികൾ ഇഞ്ചക്ഷൻസും കാര്യങ്ങളും എന്നിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും കൂടുതൽ ലൈഫ് സേവിങ് കാര്യങ്ങളായ വെന്റിലേറ്റർ തുടങ്ങിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ടത്. Okay, sir. Thank you so much for your valuable time.